നമ്മളുടെ ഓണാവധിയും വിഷു അവധിക്ക് ഇപ്പൊ ഓണാവധി വരുന്നുണ്ട്. ഓണാവധിക്കൊക്കെ കുട്ടികളൊക്കെ അമ്മ വീട്ടിൽ നിൽക്കാൻ പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ജോലി ആ 10 ദിവസം എന്തെങ്കിലും ജോലി ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പോയി ജോലി ചെയ്യാൻ പോകുമ്പോഴൊക്കെ വീട്ടിൽ അവിടുത്തെ ചേട്ടന്മാരൊക്കെ നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇതുപോലെ തന്നെ ഇൻ ചെയ്ത് നല്ല വാച്ചും നല്ല ഷൂ ഒക്കെ ഇട്ട് പോണ കാണുമ്പോൾ മനസ്സിൽ ഭയങ്കര ആഗ്രഹം. അപ്പൊ ഈ ജോലി ചെയ്യുമ്പോഴും നമ്മൾ ഉള്ളിൽ പറയുന്നൊരു കാര്യം, ഞാനും നാളെ ഇതുപോലെയൊക്കെ പോകൂടാ. ഇപ്പൊ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നതല്ലേ നിങ്ങൾ കാണുന്നത്, ഞാനും ഇതുപോലെ നാളെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ജോലി ചെയ്യുകയാണെന്ന് മനസ്സിൽ ഇങ്ങനെ പറയും. അപ്പൊ ഭയങ്കര ഒരു ആഗ്രഹം. അത് ആ സമയത്തും ഒക്കെ നമ്മൾ ഈ രാത്രിയൊക്കെ ഈ വള്ളത്തിലേക്ക് നിന്ന് ഈ മണലൊക്കെ വാരി ഇടുമ്പോഴും അവിടെ ചെയ്യുന്ന ഒരു സാധാരണക്കാര്, അതായത് ഓൾറെഡി അവരുടെ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അവിടെ എന്റെ ഒരു ഉള്ളിലുള്ള ഒരു കോൺഫിഡൻസും ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്നുണ്ട്, എന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഞാൻ നല്ല ജോലി ചെയ്യും, നല്ല ഇത്. ഇപ്പൊ പഠനത്തിന് ശേഷം എന്റെ ഒരു ആഗ്രഹമായിരുന്നു നല്ലൊരു വൈറ്റ് കോളർ ജോബ് ചെയ്യണം, നല്ല ഡ്രസ്സ് ഇടാൻ പറ്റുന്ന ഒരു ജോലി ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയം മുതലേ, പഠിക്കുന്ന സമയം മുതലേ. അങ്ങനെ പഠിച്ചതിന് ശേഷം ഞാൻ അങ്ങനത്തെ ഒരു ജോലി തന്നെയാണ് ഞാൻ തെരഞ്ഞെടുത്തോണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ ടെക്നിക്കലായിട്ട് ഡിപ്ലോമ പഠിച്ചെങ്കിലും, ഡിപ്ലോമയും IT പഠിച്ച നിങ്ങൾക്കറിയാം, നമുക്ക് നല്ല ഡ്രസ്സ് ഇടാൻ പറ്റുന്ന ജോലിയൊന്നും ആയിരിക്കില്ല. ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡിപ്ലോമ പരമായിട്ട് നമ്മളൊരു ടെക്നിക്കൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡ്രസ്സ് ഇട്ട് പോകേണ്ട ആവശ്യങ്ങളില്ല. അങ്ങനെയാണ് ഈ ഡിപ്ലോമ പഠിച്ചിട്ട് ഒരു IT കമ്പനിയിലേക്ക് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നെറ്റ്വർക്കിങ്ങിന്റെ ഓഫറിലേക്ക് കയറാനുള്ളൊരു റീസണും. അപ്പോ ഞാൻ പറഞ്ഞു എന്ന് വരുന്നല്ല, അങ്ങനെ തിരിച്ച് നാട്ടിൽ വന്നു ഈ ചെന്നൈയിൽ വന്നതിന് ശേഷം ഈ ജോലിക്കൊന്നും പോകാൻ പറ്റാതെ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളിലും അടഞ്ഞു. ഒരുപാട് ഓടി, എന്നാലും സഹായിക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എന്റെ ഫാമിലിയിൽ എന്റെ അച്ഛന്റെ അനിയന്മാരൊക്കെ ഒട്ടുമിക്ക ആൾക്കാരും ഒരു 6 ലക്ഷം രൂപ തന്നെ അവരെന്ന് വിചാരിച്ചാൽ നിസ്സാരമായിട്ട് തരാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഒരുപാട് സുഹൃത്തുക്കൾ അച്ഛനും ഉണ്ടായിരുന്ന, രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ. പക്ഷെ നമ്മുടെ സാമ്പത്തിക സാഹചര്യവും നമ്മളുടെ ഒരു കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇത് തിരിച്ചു കിട്ടുമോ, ഇവൻ ജോലിക്ക് തന്നെയാണോ പോകുന്നത്, ഈ ജോലി കിട്ടുമോ എന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അന്ന് നമ്മളെ സഹായിക്കാൻ ആരും മുമ്പോട്ട് വന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 2-3 മാസം അങ്ങനെ നിന്നു ഇതിനു വേണ്ടിയിട്ട് ഓടി. അതിനുശേഷം വീണ്ടും നമ്മളുടെ സാമ്പത്തിക ഭദ്രത കുറഞ്ഞത് കൊണ്ട് തന്നെ വീണ്ടും ജോലിക്ക് കയറേണ്ടി വന്നു. അങ്ങനെ വീണ്ടും ഞാൻ പഠിച്ച് നടന്ന എറണാകുളത്ത് വീണ്ടും ടെലി ഫീൽഡിലേക്ക് ഞാൻ ഒരു ജോലിക്ക് കയറി. പിന്നെ അവിടെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് കോർപ്പറേറ്റ് കമ്പനികളിൽ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം. സാധാരണ ടെലിഫീൽഡില് സാധാരണ ഇതിലല്ല കയറിയത്. അന്ന് അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലിയായിരുന്നു കേട്ടോ. അതായത് അതിനുശേഷം കയറുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ടു. കാരണം ടെലിഫീൽഡിലായിരുന്നപ്പോൾ നമ്മൾ ഒരുപാട് വലിയ കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ പോകുന്നത്. അപ്പൊ നല്ല ടിപ്പ് ഡ്രസ് വേണം. കാരണം നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഒരു കമ്പനിയുടെ MD ആയിരിക്കാം, മാനേജേഴ്സ് ആയിരിക്കാം. അപ്പൊ അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ നല്ല സ്പ്രേ ഒക്കെ അടിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല കറക്റ്റ് ഒരു അട്രാക്റ്റീവില് വേണം നമ്മൾ പോകാനായിട്ട്, സെയിൽസ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ജോലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ എറണാകുളത്ത് സ്റ്റേ ചെയ്ത് തന്നെ ആ ജോലി ചെയ്തു. അവിടെ നിന്ന് പിന്നെ അവിടെ നമ്മൾ ചെയ്ത ഓർഗനൈസേഷനുമായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടായ ഒരു മാനസിക ബുദ്ധിമുട്ട് കാരണം നമ്മൾ അവിടെ നിന്ന് റിസൈൻ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ നിന്നാണ് ഇപ്പൊ മേഡം എന്നെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ പറഞ്ഞ പ്രൈവറ്റ് ബാങ്കിലേക്ക് ഞാൻ ജോലി വരുന്നത്. അതും ഞാൻ ഡയറക്റ്റ് കണ്ടുപിടിച്ച് അതിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ആ ബാങ്കിൽ പോയി അറ്റൻഡ് ചെയ്യായിരുന്നു. അവിടെ ഇന്റർവ്യൂ ലെറ്റർ ഞാൻ മേടിച്ച് അങ്ങനെ അറ്റൻഡ് ചെയ്തായിരുന്നു. അതിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം അങ്ങനെ ബാങ്കിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു മഹത്തായ ഒരു അവസരം എന്റെ കയ്യിലേക്ക് കിട്ടുന്നത്. ഇപ്പൊ എനിക്ക് എന്റെ മുന്നിൽ നിൽക്കുന്ന ഏകദേശം 326ഓളം ആൾക്കാര്, 325ഓളം ആൾക്കാരുണ്ട്. ഈ ആൾക്കാരിൽ നിങ്ങൾ എല്ലാവരും ബിസിനസ്സിലായിട്ട് കടന്നു വന്നിട്ടുണ്ടാവുക. ശരിക്കും നിങ്ങളുടെ ഒരു ബന്ധുവോ സുഹൃത്തോ വഴി ആയിരിക്കും നിങ്ങൾ ഈ ബിസിനസ്സിൽ കടന്നിട്ടുണ്ട്. സ്വർണം ശരിയല്ലേ? ആയിരിക്കണം. അല്ലാതെ അങ്ങനെ ആയിരിക്കും നിങ്ങൾ ഈ ബിസിനസ് പരിചയപ്പെട്ടിട്ടുണ്ടാവും, ഈ കമ്പനി പരിചയപ്പെട്ടു. പക്ഷെ എനിക്ക് തികച്ചും യാദൃശ്ചികമാണ്. കാരണം ഞാൻ എൻ്റെ ഒരു കസ്റ്റമറെ കാണാൻ പോകുമ്പോഴേക്കും എന്റെ ബൈക്കിൽ കൈ കാണിച്ച് ലിഫ്റ്റ് വാങ്ങിയ ഒരു വ്യക്തി, ഞാൻ അന്നാണ് ആദ്യമായിട്ട് ഈ വ്യക്തിനെ ഞാൻ കാണുന്നത്. ആ വ്യക്തിയിലൂടെയാണ് ഈ ബിസിനസ് അവസരം എനിക്ക് കിട്ടുന്നത്. അത് ഞാൻ ബാങ്കിൽ നിന്നും ഒരു 12 കിലോമീറ്റർ ട്രാവൽ ചെയ്തൊരു പരിചയം. അന്ന് കൈ കാണിച്ച് ലിഫ്റ്റ് കാണിക്കുമ്പോൾ ഞാൻ വണ്ടി നിർത്തി കയറ്റി, കാണാൻ നല്ലൊരു സുന്ദരൻ, കണ്ണാടിയൊക്കെ വെച്ച് നല്ല കണ്ട ഡോക്ടറിനെ പോലെയൊക്കെ ഇരിക്കും. അപ്പൊ നമ്മള് കൈ കാണിച്ച് ആളുടെ കയ്യിൽ ഒരു ഹെൽമെറ്റും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും വണ്ടി നിർത്തി അങ്ങനെ ഒരു 12 കിലോമീറ്റർ ട്രാവൽ ചെയ്തൊരു പരിചയം മാത്രമാണ് എനിക്ക് അദ്ദേഹത്തിന്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ കാണുന്നത്. അപ്പൊ എന്തായാലും സ്വാഭാവികമായിട്ടും നമ്മുടെ വണ്ടിയിൽ കയറുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും പേരും ഒക്കെ ഒന്ന് ചോദിക്കും അല്ലെ. അങ്ങനെ ചോദിച്ചു. ആള് പേര് പറഞ്ഞു, എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. അന്ന് പറഞ്ഞ എന്റെ തലയിൽ കയറി ഒറ്റ വേർഡ് ഇത്രയേ ഉള്ളൂ, ആയുഷ് എന്ന് പറഞ്ഞ സംഭവം കയറി. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ പേരും ഞാൻ സേവ് ചെയ്തേക്കുന്ന അദ്ദേഹത്തിന്റെ പേര് എഴുതിയിട്ട് ആയുഷ് എന്ന് എഴുതിക്കുന്നത്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്, മാറ്റിയിട്ടില്ല.
അപ്പൊ ആ രീതിയിൽ എനിക്ക് അന്ന് അത്രയും മനസ്സിലുള്ളൂ. അപ്പൊ അന്ന് ആ 12 കിലോമീറ്ററിനുള്ളിൽ അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞു. ലാസ്റ്റ് ഞാനൊരു ചോദ്യം ചോദിച്ചു. ഇപ്പൊ എന്തായാലും ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചോദ്യം കേട്ടാൽ എന്തായിരിക്കും നിങ്ങളുടെ മനോഭാവം, എന്തായിരിക്കും ആ ആളോടുള്ളൊരു എന്താ പറയാ പ്രതികരണം എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ അദ്ദേഹത്തിനോട് ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ചോദിച്ചു, സാർ ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ചോദിച്ചു പോയി. ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതാ. അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് അതിനകത്ത് മനസ്സിലായ ഒരു വാക്ക് ഈ ആയുഷ് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയോ എന്റെ ബൈക്കിന് പുറകെ ഇരുന്ന് അദ്ദേഹം പറഞ്ഞു. ഓൾറെഡി നമ്മൾ ബൈക്ക് ഓടിച്ചു, ഹൈവേയിൽ കൂടി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ചേർത്തല എറണാകുളം ഹൈവേയിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് പറയുന്നത്. അപ്പം പിന്നെ പിന്നെ എന്താ അവിടെ നടന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം പിന്നെ എന്തൊക്കെയോ കുറെ കൂടെ എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനെ എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വിടണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ആളെ ഇറക്കി. ഞാൻ അവിടെ നിന്ന് എനിക്ക് ആ കസ്റ്റമറുടെ വീട്ടിലോട്ട് പോകണമായിരുന്നു. അപ്പൊ ഞാൻ എത്രയും അവിടെ കൊണ്ട് ആളെ ഇറക്കി. പക്ഷെ എന്റെ നമ്പർ വാങ്ങിച്ചു, ഞാൻ പുള്ളിയുടെ നമ്പർ വാങ്ങിച്ചു, സേവ് ചെയ്തു. അന്ന് സേവ് ചെയ്താണ്. അങ്ങനെയാണ് ഈ ബിസിനസ് അവസരം എന്ന് കിട്ടുന്നത്. പക്ഷെ അതുകൊണ്ടും ഞാൻ ബിസിനസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നത് കാരണം എന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. അതിനുശേഷം നിരന്തരമായിട്ട് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. കാരണം നിങ്ങൾക്കറിയാം, ഒരു പ്രൈവറ്റ് ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി, ഈ ഇവിടുന്ന് ചെവിന്നും ഇവർ തലയുടെ മേളിൽ നിന്നൊക്കെ പുകയായിരിക്കും. കാരണം അത്രമാത്രം പ്രഷറുണ്ട്. നമ്മളൊരു ബാങ്കിങ് മേഖലയിലും ഇൻഷുറൻസ് മേഖല അങ്ങനത്തെ ടെൻഷനിൽ നിൽക്കുന്ന സമയത്തായിരിക്കും ഈ ആള് വിളിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ മാക്സിമം ഒഴിവാക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഒഴിവാക്കാൻ വെച്ചാൽ എനിക്ക് സമയമില്ല. കാരണം സാറേ ഞാൻ വരാം, കാരണം എനിക്ക് കേൾക്കണമെന്ന് ഉണ്ട്. പക്ഷെ അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുകയും ചെയ്തു, ഇത് ചെയ്യാൻ പറ്റില്ല, പക്ഷെ കേൾക്കണം. പക്ഷെ നമ്മൾ നിൽക്കുന്ന മാനസികാവസ്ഥ, ചിലപ്പോൾ മാനേജർ വിളിച്ച് തെറി വിളിച്ചിട്ട് നിൽക്കുമ്പോഴായിരിക്കും ഈ പുള്ളി വിളിക്കുന്നത്. സാറേ ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം സാറേ, ഞാൻ വിളിച്ചോളാം സാറേ, ഇത് പറഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തിനെ ഒഴിവാക്കും. മനഃപൂർവ്വം അല്ല, അദ്ദേഹത്തിന് എന്താ പറയാ ബുദ്ധിമുട്ടിക്കാനോ അല്ല. കാരണം നമ്മളപ്പം നമ്മളുടെ മൈൻഡിൽ പ്രഷർ കയറി നിൽക്കുന്ന സമയത്തായിരിക്കും ഇവർ വിളിക്കുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് ഇതിന്റെ ഇടയിൽ പറയാനുള്ളൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ മീറ്റിങ്ങിന് വിളിക്കുമ്പോഴോ പ്രോഗ്രാമിന് വിളിക്കുമ്പോഴോ വരാനുള്ള ഒരു വിമുഖതയൊക്കെ കാണിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ഒരിക്കലും വിടരുത്. ഇവിടെ ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ടുള്ളതിന്റെ പ്രധാന കാരണം, അന്ന് അദ്ദേഹം എന്നെ നിരന്തരമായിട്ട് വിളിച്ചിട്ടുണ്ട്. കാരണം എന്റെ വീടോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. ആകെ ഉള്ളത് എന്റെ മൊബൈൽ നമ്പർ മാത്രമാണ്. പക്ഷെ അദ്ദേഹം വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഒരു സാഹചര്യത്തിൽ ഈ ബിസിനസ് എനിക്ക് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ആദ്യം ഞാൻ വിളിച്ചത് അദ്ദേഹത്തിനാണ്. ഞാൻ അദ്ദേഹത്തിന് അങ്ങോട്ട് വിളിച്ചിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാം കേൾക്കുന്നത്. അതിനും ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരാളെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിട്ടുകളയരുത്. കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ പല മാനസികാവസ്ഥയിലായിരിക്കും. അവർ ജോലിയുടെ തിരക്കായിരിക്കാം. ഇപ്പൊ നമ്മൾ ഈ ബിസിനസ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യത്തിന്റെ കൂടെ പെട്ടെന്ന് ഈ ഒരു ബിസിനസ് പറയുമ്പോൾ അവരത് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലായിരിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ തന്നെ അവൻ എന്നാലും എന്റെ കൂട്ടുകാരൻ അത്രയും, നമ്മൾ ചിലപ്പോൾ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തായിരിക്കാം, പക്ഷെ എന്ത് സുഹൃത്താണെങ്കിലും അവനത് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലായിരിക്കണമെന്ന് നിർബന്ധമില്ല. നമുക്കറിയില്ല, അത് അദ്ദേഹത്തിന്റെ കാര്യമാണ്. പല പ്രഷറിൽ ജോലിയിൽ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെതായ ഒരുപാട് ടെൻഷനും പ്രഷറുകളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിട്ടുകളയരുത്. അതിനൊരു തെളിവാണ് ഞാൻ. അങ്ങനെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നു. 2018-ലും 2019-ലും ഒക്കെ വിളിച്ചു. അന്നൊക്കെ വെള്ളപ്പൊക്കത്തിലൊന്നും കേട്ടില്ല. 2018-ലല്ല 2019-ലാണ് ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത്. 2019 വെള്ളപ്പൊക്കത്തിന് സമയത്തൊക്കെ അദ്ദേഹം നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു. അത് പറ്റിയില്ല. 2020 വിളിച്ചു. 2020 ആദ്യമായിട്ട് ഞാൻ 2020 ആദ്യം ഞാൻ അദ്ദേഹത്തിന് അങ്ങോട്ട് വിളിച്ചു. സാർ, എനിക്ക് നിങ്ങളുടെ പ്രോഗ്രാമിൽ നിന്ന് കേൾക്കണം. എന്താണ് ഈ പ്രോഗ്രാം, എങ്ങനെ ഞാൻ ഇത് പങ്കെടുക്കാം? ഒരു ശനിയാഴ്ചയാണ് വിളിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞായറാഴ്ച ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അങ്ങനെ അത് വരാൻ പറഞ്ഞു. ഞാൻ അന്ന് പ്രോഗ്രാമിൽ പോയി പങ്കെടുത്തപ്പോ അന്ന് ഒരു ടീമിന്റെ പ്രോഗ്രാം ആയിരുന്നു. അന്ന് ഇതെല്ലാം ഞാൻ ഈ ബിസിനസ് ചെയ്യാനുള്ള ഒരു കാരണം, എനിക്കൊരു തിരിച്ചറിവ് ഉണ്ടാക്കിയത് അന്നാണ്. എനിക്കത് കൃത്യമായിട്ട് ആ ഒരു തിരിച്ചറിവിലാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് സീരിയസ് ആകാനുള്ള ഒരു തീരുമാനം എടുത്തത്. അന്ന് അവിടെ പ്രോഗ്രാം ക്ലോസ് ചെയ്ത് നിന്ന് എന്നെ ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ശരൺകുമാർ സാറാണ്. അന്ന് ആ ഒരു പ്രോഗ്രാം ക്ലോസ് ചെയ്യാനായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. അന്ന് ഞാൻ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ, നിങ്ങൾ ആദ്യമായിട്ട് GTS അറ്റൻഡ് ചെയ്തപ്പോൾ എന്തൊക്കെയാ മനസ്സിലായെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് അന്ന് മനസ്സിലായ രണ്ട് കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. ഒന്ന്, കുറച്ച് ആയുർവേദ ഉൽപ്പന്നങ്ങളുണ്ട്. ആഴ്ചയിൽ 2,10,000 രൂപ വരെ ഈ ബിസിനസ്സിലൂടെ കിട്ടിയേക്കാം. കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല, കിട്ടിയേക്കാം. ഈ രണ്ട് കാര്യങ്ങൾ അന്ന് എനിക്ക് മനസ്സിലായത്. അതിന്റെ ഇടയിൽ പറഞ്ഞ ആയുഷുകളോ മറ്റു കാര്യങ്ങളോ ഇതിന്റെ ഫ്യൂച്ചറുകളോ ഇപ്പൊ നമ്മൾ GTS എടുക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ, അന്ന് എന്റെ തലയിൽ എനിക്ക് മനസ്സിലായ രണ്ട് കാര്യങ്ങൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതിനുശേഷം ലാസ്റ്റ് ക്ലോസിംഗിൽ ശരൺ സാർ കയറി നിന്നിട്ട് ഒരു കുറെ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിന്റെ പാസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ തന്നെ എനിക്ക് ഭയങ്കര ആശങ്കയായി. കാരണം കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹം മൈലേഷ്യൽ കമ്പനിയിലാണ് പ്രവർത്തിക്കുന്നത്. എന്റെ ആഴ്ച വരുമാനം 2,10,000 രൂപയാണെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞപ്പോ അവിടെ മുതലേ ഞാൻ ഡിസ്റ്റർബായി.
അതെന്ത് മാജിക്കാ. കഴിഞ്ഞ 10-11 വർഷമായിട്ട് ഞാൻ പല മേഖലയിൽ ജോലി ചെയ്തിട്ട് എന്റെ മാസ വരുമാനം എനിക്ക് 30,000 രൂപ മാത്രമായിട്ട് ഉയർത്താൻ പറ്റി. കഴിഞ്ഞ 5 വർഷം മൈലേഷ്യൽ കമ്പനി ചെയ്യുന്നു, എന്നാൽ അദ്ദേഹത്തിന്റെ ആഴ്ച വരുമാനം 2 ലക്ഷം. അതെങ്ങനെ സാധിച്ചു? അവിടെയാണ് എനിക്ക് ആശങ്ക, അല്ലെങ്കിൽ ഞാൻ ഡിസ്റ്റർബ് ആകാനുള്ള കാരണം. അപ്പം ഞാൻ ഇദ്ദേഹം ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്ന താഴെ വന്നിട്ട് വേണ്ടത് ചോദിക്കാനായിട്ട്. ഞാനിങ്ങനെ ഇദ്ദേഹം നിർത്തിയിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഏറ്റവും ബാക്കിലാണ് ഇരുന്നത്. അപ്പൊ ഇദ്ദേഹം എല്ലാം ക്ലോസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നിട്ട് ബാക്കിലേക്ക് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, സാർ എന്റെ പേര് അജയ് എന്നാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചോദിച്ചു, ഞാൻ കഴിഞ്ഞ 11 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, എനിക്ക് മാസം 30,000 രൂപ കിട്ടുന്നു. സാർ കഴിഞ്ഞ 5 വർഷമായിട്ട് മൈലൈഫ് ചെയ്യുന്നു, സാർ എങ്ങനെയാണ് ഈ 2,10,000 രൂപ ആഴ്ചയിൽ വരുമാനം കിട്ടിയത്? അതിൽ എന്താണ് അതിനകത്ത് മാജിക് എന്ന് ചോദിച്ചു. അത് അന്ന് അദ്ദേഹം എന്റെ തോളിലൊന്ന് തട്ടിയിട്ട് പറഞ്ഞു, അജയ് ഇന്ന് ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഓൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്റെ കൂടെ ഏകദേശം 35,000 വ്യക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 35,000-ഓളം വ്യക്തികൾ ഒരു ദിവസം 1 മണിക്കൂർ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാൽ എന്റെ ഒരു ദിവസത്തെ പ്രവൃത്തി മണിക്കൂർ എനിക്ക് 35,000 മണിക്കൂറായിട്ട് ഉയർത്താൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയ വരുമാനത്തിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അപ്പോഴും എനിക്ക് കാര്യം മനസ്സിലായില്ല. അപ്പൊ മനസ്സിലായില്ലെന്ന് വെച്ചാൽ അതിനെപ്പറ്റി പിന്നെ ഞാൻ ചിന്തിച്ചില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ പ്രവർത്തി മണിക്കൂർ കൂടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് ഞാൻ പ്രോഗ്രാം കിട്ടിയത്. പിറ്റേ ദിവസം തിങ്കളാഴ്ച ഞാൻ ബാങ്കിൽ ചെന്നിരുന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്നാണ് എന്റെ ബിസിനസ്സിൽ, എന്റെ ലൈഫിൽ 360 ഡിഗ്രിയിൽ തിരിക്കാൻ പറ്റുന്ന ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായത്. വലിയ ഒരു തീരുമാനം എടുക്കാൻ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു തീരുമാനം എടുക്കാൻ എന്നെ ചിന്തിപ്പിച്ച, അല്ലെങ്കിൽ പ്രചോദിപ്പിച്ച ഒരു തിരിച്ചറിവ് എനിക്ക് കിട്ടിയതെന്നാണ്. ചിലപ്പോ നമ്മൾ പറയാറില്ലേ, മറ്റേ ആപ്പിൾ തലയിൽ വീണപ്പോ ഇതുണ്ടായെന്നൊക്കെ പറയുന്നത് പോലെ തന്നെ എനിക്ക് അന്ന് കിട്ടിയ ഒരു സാധനം, ഒരു മിന്നൽ കിട്ടിയത് അന്ന് അവിടെ നിന്ന് എന്റെ ബാങ്കിൽ കറങ്ങണ കസേരയിലേക്ക് ഇരുന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ചിന്തിച്ചു, ഞാൻ ഒറ്റയ്ക്ക് പ്രവർത്തിച്ചാൽ ഒരു ദിവസം 8-10 മണിക്കൂർ മാക്സിമം പോയാൽ ഒരു ദിവസം നമ്മൾക്കുള്ളത് 24 മണിക്കൂറാണ്. അദ്ദേഹം അന്ന് 35,000 മണിക്കൂർ ഉണ്ടാക്കി. അങ്ങനെയെങ്കിൽ ഒരു സാധാരണക്കാരന് പ്രവൃത്തി മണിക്കൂർ കൂട്ടണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഇതുപോലെ എന്തെങ്കിലും ഒരു മേഖല വേണം. അങ്ങനെയാണെങ്കിൽ ഇത് നല്ലതാണ്, ഈ ഒരു മേഖല നല്ലതാണെന്ന് എനിക്ക് പിടികിട്ടി. അപ്പോഴാണ് എന്റെ മുമ്പിൽ എന്നേക്കാൾ എക്സ്പീരിയൻസ്, ഞാൻ ആ ബാങ്കിൽ വെറും 5 വർഷം മാത്രമേ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൂ. അടുത്ത 10 അവിടെ എന്റെ മുമ്പിൽ ഇരുന്ന ഒരുപാട് സ്റ്റാഫ് ഉണ്ട്, അവരൊക്കെ 10-15 വർഷം ഈ ബാങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാ. അവരുടെ ഒരു സാലറിയെ നോക്കിയപ്പോ എനിക്ക് കിട്ടുന്ന സാലറിയേക്കാൾ 5,000-6,000 രൂപയൊക്കെയാണ് കൂടുതൽ. മാക്സിമം പോയാൽ 5,000-6,000 രൂപ, ഇത്രയാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു, അടുത്ത 5-10 വർഷം ഞാനും ഈ ബാങ്കിൽ തന്നെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവർക്ക് കിട്ടുന്നത് തന്നെയായിരിക്കും എനിക്കും കിട്ടാൻ പോകുന്നത്. ശരിയല്ലേ? യെസ് ഓർ നോ? ഇതൊന്നും, ഈ ഒരു തിരിച്ചറിവ് ഞാൻ ചിന്തിച്ച കാര്യം അതാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് എന്തെങ്കിലും കൂടെ കഴിവ്, എക്സ്ട്രാ ടാലന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എഫിഷ്യന്റ് ആണ് ഞാനെങ്കിൽ കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ എനിക്ക് കൂടുതൽ കിട്ടിയേക്കാം. അതിൽ കൂടുതൽ അത്ഭുതമൊന്നും ഈ ബാങ്കിൽ പ്രവർത്തിച്ചാൽ എനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് അവിടെ ഉണ്ടായി. കാരണം ഓൾറെഡി ഞാൻ ഡിഗ്രി അല്ല ഡിപ്ലോമയാണ് പഠിച്ചത്. ഒരു ബാങ്കിങ് മേഖലയിലേക്ക് നമ്മൾ കയറി പോകണമെങ്കിൽ ഡിഗ്രി ആവശ്യമാണ്. ആ സമയത്ത് ലാസ്റ്റ് ഡിഗ്രി ഇല്ലാത്തൊരു വ്യക്തിനെ അങ്ങോട്ട് ഇന്റർവ്യൂ എടുക്കുന്നത് എന്നെയാണ്. അതിനുശേഷം ഒരു ഡിഗ്രി ഇല്ലാത്ത ഒരാൾ അവിടെ എടുത്തിട്ടില്ല. കാരണം ബാങ്കിങ് മേഖലയിൽ ഡിഗ്രി കമ്പൾസറി ആണ്. അപ്പോൾ എന്റെ എക്സ്പീരിയൻസും ഇതൊക്കെ വെച്ചിട്ടാണ് അന്ന് എന്നെ സെയിൽസിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് എന്നെ അന്ന് അവിടെ എടുത്തത്. കാരണം ടെലി ഫീൽഡിലൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പ്രവർത്തിച്ച മേഖലയിൽ ഉണ്ടായിരുന്ന എന്റെ എക്സ്പീരിയൻസ് ലാസ്റ്റ് ആയിട്ട് എടുക്കുന്നത് തന്നെയാണ്. അവിടെ ഡിഗ്രി ഇല്ലാത്ത ഒരാൾ, ഇപ്പൊ ഒരു ഡിഗ്രി ഇല്ലാത്ത ഒരാൾ ആ ബാങ്കിൽ എടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ എനിക്ക് മനസ്സിലായി. അവിടുന്ന് ആ സമയത്ത് ഞാൻ റിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ബാങ്കിലാണ് എന്റെ കരിയർ. ഇനി ഇവിടെ നിന്ന് ഒരു ഡിഗ്രി, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിട്ട് ഒരു ഡിഗ്രി ഒക്കെ ചെയ്തിട്ട് അടുത്ത ലെവലിലേക്ക്, ഒരു മാനേജർ ലെവലിലേക്ക് എന്റെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ വെച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. അതിന്റെ മുകളിലോട്ടൊക്കെ എനിക്ക് ഒരു പോകണമെങ്കിൽ ഡിഗ്രി അത്യാവശ്യമാണ്. അപ്പൊ ഞാൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിട്ട് ഡിഗ്രി ഒക്കെ എഴുതാമെന്നൊക്കെയുള്ള പ്ലാനിങ്ങിൽ എന്റെ കരിയർ ഈ ബാങ്കിലാണെന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ഈ അവസരം എനിക്ക് കിട്ടിയത്. അങ്ങനെ അന്ന് അവിടെ വെച്ച് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റി. കാരണം കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ മൈലേഷ്യൽ കമ്പനിയിൽ ശരൺ സാറ് പ്രവർത്തിച്ചപ്പോൾ ആഴ്ചയിൽ 2,10,000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത 5 വർഷം ഞാനും ഈ മൈലേഷ്യൽ എന്ന കമ്പനിയിലാണ് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഈ ആഴ്ചയിൽ 2,10,000 രൂപ എനിക്കും കിട്ടത്തില്ലേ? അദ്ദേഹം എന്താണോ ചെയ്തത് അത് ഞാൻ ചെയ്താൽ പോരെ? അദ്ദേഹം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്കും അത് വാങ്ങാൻ പറ്റും. എനിക്കും അതിനുള്ളൊരു കഴിവുണ്ട്. കാരണം എന്നിൽ എനിക്ക് വലിയ കോൺഫിഡൻസ് ആണ്, എനിക്ക് വലിയ വിശ്വാസമാണ്. കാരണം നമ്മളൊരു കാര്യം തീരുമാനിച്ചിറങ്ങിയാൽ നടപ്പിലാക്കും. അല്ലെങ്കിൽ ഒരു മേഖലയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ
അവിടെ നമ്മുടെ 100% എഫേർട്ട് ഇടും, അവിടെ പിന്നെ കള്ളവില്ല, ഇല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കത്തില്ല. ഇപ്പൊ ടെലി മേഖലയിൽ നിന്ന് ടെലി ഫീൽഡിൽ ഞാൻ ജോലി ചെയ്തെടുത്ത് ഞാൻ റിസൈൻ ചെയ്യാനുള്ള കാരണം ആ ഓർഗനൈസേഷനുമായിട്ട് ചേർന്ന് പോകാൻ എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോഴാണ് ഞാൻ റിസൈൻ ചെയ്തത്. കാരണം നമ്മൾക്ക് അവിടെ എന്താ പറയാ, ചെയ്യുന്ന കാര്യം വൃത്തിയായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ആഴ്ചയിൽ 2,10,000 രൂപ, എന്റെ ക്വാളിഫിക്കേഷൻ വെച്ചാൽ ഇന്ത്യയിൽ പോയാലും ഇന്ത്യയിലാണെങ്കിൽ പുറത്ത് പോയാലും എനിക്കറിയാം ആഴ്ചയിൽ 2,10,000, മാസം 8,40,000 കിട്ടാൻ പോകും. ഇവിടെ ഇന്ത്യയിൽ ഒരു കമ്പനി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വ്യക്തി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, മനുഷ്യനായി ജനിച്ചൊരു വ്യക്തി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞാനും വാങ്ങുമെന്നുള്ളൊരു തീരുമാനം എടുത്തു. ഞാൻ തിങ്കളാഴ്ച അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ എന്നെ വിളിച്ചു. കാരണം ഞാൻ പ്രോഗ്രാം കേട്ടെങ്കിലും ഇവർക്കുള്ളൊരു ഏറ്റവും വലിയൊരു ചലഞ്ച് എന്തായിരുന്നു വെച്ചാൽ എന്നെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റി. കാരണം എന്റെ വീട് അറിയില്ല, വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവരെ അങ്ങോട്ട് വിളിക്കുന്നത്. അങ്ങോട്ട് വിളിച്ച് അദ്ദേഹത്തിനെ ഞാൻ പറഞ്ഞു, സാർ നമുക്ക് ബിസിനസ് എന്താന്നുള്ള ബാക്കി ഡീറ്റെയിൽ ചോദിക്കാം, കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ നമുക്ക് കാര്യം ചെയ്യാം. അപ്പോൾ അദ്ദേഹം എന്നോട് അന്ന് പ്രോഗ്രാമിന് ശേഷം എന്നോട് ഒരുപാട് ആൾക്കാർ എന്നോട് സംസാരിച്ചു. എന്നോട് 1,00,000 രൂപയുടെ പ്രോഡക്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞു, നിങ്ങൾ ഒരു വലിയ ബിസിനസ് ആയിട്ട് ചെയ്യൂ. പറഞ്ഞു ശരി കുഴപ്പമില്ല സാറേ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഞാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല, കാരണം അറിയാം സാമ്പത്തികമായിട്ട് വളരെ ഇതിൽ പോകുന്ന സമയമൊക്കെയാണ്. അന്ന് എന്റെ കയ്യിൽ ബാലൻസ് പൈസയോ അങ്ങനെ നമ്മൾ ഓരോ മാസവും റോൾ ചെയ്ത് മുമ്പോട്ട് പോയിക്കുന്ന സമയമാണ്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിനോട്, ഇന്നും ദൈവത്തിനെ പോലെ, അതായത് എന്നെ ഈ ബിസിനസ് പരിചയപ്പെടുത്തിയ ഒരു വ്യക്തി, അന്ന് ഞാൻ ദൈവത്തിനെ നേരിട്ട് കണ്ടെന്നാണ്. നിങ്ങൾ ദൈവത്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഞാൻ ദൈവത്തിന് നേരിട്ട് കാണുന്നത് അന്നാണ്. കാരണം എന്റെ ബൈക്കിന് കൈ കാണിച്ച രീതിയിലാണ്. കാരണം നമ്മൾ ഈ ഓരോ രീതിയിലും നമ്മുടെ മുമ്പിലേക്ക് വരും. അങ്ങനെ ദൈവത്തിന്റെ രൂപത്തിലാണ് അന്ന് അദ്ദേഹത്തെ കാണുന്നത്. അതിനകത്ത് വേറൊരു കാര്യമുണ്ട് കേട്ടോ, അതൊരു നിമിത്തമായിരുന്നു എന്നും അത് അദ്ദേഹത്തിന്റെ ഒരു നിയോഗമായിരുന്നു എന്നും പിന്നീട് പോകെ എനിക്ക് മനസ്സിലായി. കാരണം ഇന്ന് എന്നെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ നിയോഗം. ഇന്നും നിർഭാഗ്യവശാൽ അദ്ദേഹം ഇന്ന് ബിസിനസ്സിലില്ല. പക്ഷെ ഞാൻ ഈ കമ്പനിയിൽ STC RTCയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്, ആ ടച്ചിങ് RTC ആണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മളെ വളർത്താനായിട്ട് ഈ ഒരു കമ്പനി നമ്മളെ സഹായിച്ചു, അല്ലെങ്കിൽ ഈ ഒരു അവസരത്തെ സഹായിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ നിയോഗം അല്ലെങ്കിൽ ഒരു കടമ എന്നെ ഈ ബിസിനസ്സിലുമായിട്ട് ബന്ധപ്പെടുത്തുക, എത്തിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ എന്തായാലും അന്ന് ദൈവത്തിന് ഞാൻ നേരിട്ട്. രണ്ടാമത് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ സുഹൃത്ത് ലേഡിയാണ്, ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന പോലെ എനിക്കൊരു എന്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നീ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുമ്പോൾ, അന്ന് എനിക്ക് കുറച്ച് വളരെ ചുരുക്കം സുഹൃത്തുക്കളാണുള്ളത്. അതിനകത്ത് അന്ന് തന്നെ അവള് ഒരു ഗോൾഡ് എടുത്ത് എനിക്ക് തന്നു. ഞാനത് 50,000 രൂപ കിട്ടുമെങ്കിൽ 50,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ എടുക്കാനാണ് ഞാൻ അതിനെ പ്ലാൻ ചെയ്തത്. പക്ഷെ അത് കൊണ്ട് വെച്ചപ്പോൾ 30,000 രൂപയാണ് കിട്ടിയത്. ഞാൻ ആ ഞായറാഴ്ച പ്രോഗ്രാം കേട്ടു, തിങ്കളാഴ്ച ചൊവ്വാഴ്ച 30,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ എടുത്ത് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നു. നിങ്ങൾ ഒന്ന് ചിന്തിക്കണം, ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയുടെ കൂടെയാണ് ഈ രീതിയിലേക്ക് ബിസിനസ്. കാരണം അത് എനിക്ക് കിട്ടിയ ഒരു തിരിച്ചറിവാണ്, എനിക്ക് എന്റെ ഒരു കോൺഫിഡൻസ് ആണ് ഞാൻ അന്ന് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ആദ്യത്തെ 3 മാസം ബാങ്കിൽ കൊണ്ട് പ്രോഡക്റ്റ് ഒക്കെ വെച്ച് വീട്ടിലോട്ട് പോലും പ്രോഡക്റ്റ് കൊണ്ടുപോകാൻ പറ്റില്ല. പകുതി ഒരു ഏകദേശം കുറച്ച് ഉൽപ്പന്നങ്ങൾ മാത്രം, ഒരു 3-4 എന്റെ ബാഗിൽ ഇരിക്കുന്ന 3-4-5 ഉൽപ്പന്നങ്ങൾ മാത്രമാണ് വീട്ടിൽ കൊണ്ട്. ബാക്കി ഉൽപ്പന്നങ്ങളൊക്കെ എന്റെ ബാങ്കിൽ തന്നെ, ഞങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും ഷെൽഫ് ഉണ്ട്, ആ ഷെൽഫിൽ തന്നെ എല്ലാം വെച്ചിട്ട് കുറെ പ്രോഡക്റ്റുകൾ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ വെച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ വീടും ചേർത്തലയിൽ തന്നെയാണ്. അങ്ങനെയാണ് ബിസിനസിന്റെ ഒരു പ്രാരംഭഘട്ടം. അങ്ങനെ ആദ്യത്തെ ഒരു 1-2 മാസങ്ങൾ ഇടയ്ക്കും തലക്കൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അടുത്ത മാസം ഈ പറയുന്നത് പോലെ കോവിഡ് വന്നു. അപ്പോഴേക്കും നമ്മൾക്ക് ഈ ബിസിനസ്സുമായിട്ടുള്ള ബന്ധപ്പെട്ട കണക്ഷൻ ഒക്കെ പോയി. പിന്നെ നമ്മൾ ഈ ബിസിനസ്സുമായിട്ട് ചെയ്യാൻ പറ്റുമോ, ഇത് എന്താണ്, ഇനി എങ്ങനെയാകും എന്നുള്ള ഒരു പിടുത്തവും ഇല്ലായിരുന്നു. പിന്നെ ഓൺലൈൻ മീറ്റിങ്ങിലൊക്കെ കയറും. അതിനുശേഷം ഈ കുറെ കാര്യങ്ങൾ പഠിച്ചപ്പോഴേക്കും, ഓൺലൈനിലൂടെയും ബിസിനസിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യണമെന്നുള്ളൊരു തീരുമാനം എടുത്തു. ആദ്യത്തെ 3 മാസം മാത്രം പാർട്ട് ടൈം ആയിട്ട് ചെയ്തു. അന്ന് ജോലി റിസൈൻ ചെയ്തപ്പോൾ ഞാൻ ഒരു തീരുമാനം എടുത്തിരുന്നു. ഞാൻ ആദ്യം ഈ ബിസിനസ് കേട്ടപ്പോൾ, ഞാൻ ഈ ബിസിനസ് ചെയ്യണമെന്നുള്ളൊരു തീരുമാനം എടുത്തപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ആദ്യത്തെ കാര്യം, ഈ ബിസിനസ്സിലൂടെ ആരെങ്കിലും ആഴ്ചയിൽ 2,10,000 രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് വാങ്ങിയിരിക്കും എന്നുള്ളൊരു ഉറച്ച തീരുമാനം ഞാൻ അന്ന് എടുത്തിട്ടാണ് എന്റെ റിസൈൻ ലെറ്ററിൽ ഞാൻ സൈൻ ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും മൈലേശ്വർ എന്ന കമ്പനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നു. അച്ഛൻ ഇന്ന് എന്റെ കൂടെ ബിസിനസ്സിലുണ്ട്. അച്ഛന്റെ ID ZTC റാങ്കിൽ നിൽക്കുന്നു, STCയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്റെ ID RTCയിലേക്ക് എത്തുന്നു, ഒരു ID TC റാങ്കിലുണ്ട്. അമ്മയുടെ ഒരു ID ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിൽ നിൽക്കുന്നു, അതും TCയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ 3-4 IDകളിലേക്ക് നമ്മൾ ഈ പറയുന്ന രീതിയിലേക്ക് ബിസിനസ് വളരെ ശക്തമായിട്ട് കയറ്റിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാം, ഞാൻ ഈ ബിസിനസ് ഇനി ചെയ്യാനുള്ള ഒരു കാരണം ഇതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ സാമ്പത്തികപരമായിട്ട് ഒരുപാട്, കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതും ഏറ്റവും കൂടുതൽ വേദനിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ മാറ്റി നിർത്തപ്പെട്ടതും ഈ പറയുന്ന പണത്തിന്റെ പേരിലായിരുന്നു, അല്ലെങ്കിൽ സാമ്പത്തികത്തിന്റെ
അടിസ്ഥാനത്തിലാണ്. കാരണം എന്റെ ഒരു ഫാമിലിയിൽ എന്റെ അച്ഛൻ എന്റെ ഫാമിലിയിലെ ഏറ്റവും മൂത്ത വ്യക്തിയാണ്. മൂത്ത വ്യക്തി എന്ന് വെച്ചാൽ അതിനു മുമ്പ് മുകളിലുള്ളത് ഒരു ലേഡിയാണ്. പക്ഷെ അതിനുശേഷം പിന്നെ ഒരു ആണായിട്ട് വന്നത് 7 മക്കളാണ്. അതിൽ അച്ഛനാണ് പിന്നെ ആണുങ്ങളിൽ മൂത്തത്. 4 ആണുങ്ങളും 3 പെണ്ണുമാണ്. അപ്പോൾ ബാക്കി എല്ലാവരും അത്യാവശ്യം ഫിനാൻഷ്യലി, ഞാൻ പറഞ്ഞു ഫിനാൻഷ്യലി സെറ്റാണ്, ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരുന്നു, അത്യാവശ്യം ഫിനാൻഷ്യലി ബാക്കപ്പ് ഒക്കെ ഉണ്ട്, നമ്മളെയൊക്കെ സഹായിക്കണമെന്ന് വെച്ചാൽ കൃത്യമായിട്ട് സഹായിക്കാനൊക്കെ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. പക്ഷെ നമ്മളുടെ ആ കുട്ടിക്കാലത്തൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ വന്ന് പഠിച്ചു നമ്മളും ഒരു അറിവ് വെച്ച് വന്നപ്പോൾ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ ഇപ്പൊ ഒരു കാര്യങ്ങൾ നമ്മുടെ ഫാമിലിയിൽ ഒരു തീരുമാനം എടുത്താലും അച്ഛനെ അവര് വിളിക്കുകയോ അല്ലെങ്കിൽ അച്ഛനെ ആ കൂട്ടത്തിൽ ഇരുത്തൊന്നുമില്ല. ബാക്കിയുള്ളവർ ഈ ജോലിയുള്ള ആൾക്കാരൊക്കെ കൂടെ ഒരുമിച്ചിരുന്നായിരിക്കും ആ തീരുമാനങ്ങൾ എടുക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് കിട്ടുന്ന പരിഗണനയും മുൻഗണനയും ഒക്കെ കിട്ടുന്നതെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. ഈ ബിസിനസ് ഞാൻ ഏറ്റെടുക്കാനും ഈ ബിസിനസ് എന്റെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എന്ന് ഞാൻ ഒരു തീരുമാനമെടുത്തത് അവിടെ നിന്നാണ്. ജീവിതത്തിൽ എന്റെ വലിയ ആഗ്രഹം, ഞാൻ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഇമോഷൻ ആകും. അതുകൊണ്ട് ഞാൻ വലിയ കാര്യങ്ങൾ പറയുന്നില്ല, ടച്ച് ചെയ്ത് പോകുന്നുള്ളൂ. കാരണം ഇതൊക്കെ പറയാനുള്ള ഒരു റാങ്കിലേക്കോ നേട്ടങ്ങളിലേക്കോ ഒന്നും ഞാൻ എത്തിയിട്ടില്ല. അത് എത്തുമ്പോഴേക്കും എന്തായാലും അതൊക്കെ ആ കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അങ്ങനെ ഈ ബിസിനസ് ഏറ്റെടുക്കുമ്പോൾ ഞാൻ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ചെന്നൈയിലായിരിക്കുമ്പോഴും എറണാകുളത്തായിരിക്കുമ്പോഴൊക്കെ നല്ല ഭക്ഷണം, നല്ല റൂമുകൾ, ട്രെയിനിങ്ങിന് പോകുമ്പോൾ നല്ല നല്ല ഹോട്ടൽസിലൊക്കെ പോകും, അവിടുത്തെ ബെഡും നല്ല റൂംസ് ഒക്കെ നമുക്കറിയാം. അപ്പൊ ആ ഒരു ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ എന്റെ വലിയൊരു ആഗ്രഹം, ജോലി ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ, എന്റെ വലിയൊരു ആഗ്രഹം നല്ലൊരു വീട്, അടച്ചുറപ്പുള്ളൊരു വീട്, കാറ്റും മഴയും മിന്നലും ഒക്കെ വന്നാലും അതൊക്കെ അകത്ത് കയറാത്ത ഒരു നല്ലൊരു വീട്, അതിൽ നല്ലൊരു കട്ടിലും നല്ലൊരു ബെഡൊക്കെ ഇട്ട് അച്ഛനും അമ്മയൊക്കെ നല്ല സുഖമായിട്ട് കിടക്കാൻ പറ്റണം, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല വസ്ത്രം കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളോടെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. ഇതൊരു ജോലി കൊണ്ട് പറ്റില്ല എന്നല്ല, പക്ഷെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷമാണ് ഒരു വീട് വെക്കുന്നത്. ആ വീട്, അതിന് മുമ്പുണ്ടായിരുന്ന വീട് എന്താ പറയാ, അത്ര ഇപ്പോഴും ആ ഒരു വലിയ എന്റെ സ്വപ്നത്തിനനുസരിച്ചുള്ള വീടാന്ന് പറയുന്നത്, പക്ഷെ നല്ലൊരു 1000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം എന്റെ ആദ്യം ഞാൻ ചെയ്ത കാര്യം അതാണ്. ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം അപ്പൊ എന്റെ ഒരു ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹം, അച്ഛനും അമ്മേനെയൊക്കെ സേഫ് ആക്കണം, അവർ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റണം, അവർക്ക് നല്ല വസ്ത്രം കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം, ഒരുപാട് സ്ഥലങ്ങളിൽ അവരെ യാത്ര കൊണ്ടുപോകണം. കാരണം നമ്മൾക്ക് കിട്ടാത്ത അല്ലെങ്കിൽ നമ്മൾ അവർക്ക് മാക്സിമം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും ഇതൊക്കെ ചെയ്യണം. ഇതായിരുന്നു എന്റെ ഒരു കാരണം. നിങ്ങൾ ആരെങ്കിലും ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാരണം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. ഞാൻ ഈ ബിസിനസ്സിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. ഈ ബിസിനസ്സിൽ ഞാൻ ബിസിനസ് ചെയ്ത് വന്നപ്പോഴേക്ക് ഏകദേശം SRTC റാങ്കിൽ വന്നപ്പോഴേക്കും ഒരു വലിയ പ്രശ്നം ഉണ്ടായി. അങ്ങനെയാണ് എന്റെ ലീഡർ എന്നെ നിന്ന് വിട്ടുപോയത്. അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായി. എന്റെ മൊത്തം ടീം ഈ ബിസിനസ്സിൽ നിന്ന് ഇല്ലാതായ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നും ഞാൻ എടുത്ത തീരുമാനം, അന്ന് എന്റെ ഒരു വാക്കാണ് ഈ ബിസിനസ് വീണ്ടും എന്നെ ചെയ്യാൻ എന്നെ പ്രചോദനം. കാരണം SRTC റാങ്കിൽ നിന്ന് STCയിലേക്ക് പോകാൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ STCയിലേക്ക്. കാരണം കോവിഡ് ഉണ്ടായിട്ട് കൂടെ നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് STCയിലേക്ക് എത്തി. കാരണം നമ്മൾ ഇറങ്ങി നിന്ന് ചെയ്യാൻ തീരുമാനമെടുത്താൽ അത് നമ്മളുടെ ബാധ്യത. ഇന്നലെയും ഞാൻ അയ്യൂബ് സാർ എന്നെ രാവിലെ വിളിച്ചു. ഇന്നലെ ഞാൻ ഇവിടെ വീട്ടിലെത്തുന്നത് കറക്റ്റ് 12:45 കഴിഞ്ഞ്. ഞാൻ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ 12:45. പിന്നെ കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ച് കിടക്കുമ്പോൾ 1:30. അപ്പൊ ലേറ്റ് ആയിട്ട്, കാരണം നമുക്ക് ഞായറാഴ്ച ഒരു പ്രോഗ്രാം വരുന്നതുകൊണ്ട് അതിന്റെ ഓട്ടത്തിലാണ്. അപ്പൊ അവിടെ നിന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഏകദേശം ഒരു 2 വർഷക്കാലം ഞാൻ ഇട്ട എന്റെ എഫേർട്ടിൽ വ്യക്തി പോലും അവശേഷിക്കാതെ പോയ ഒരു കാഴ്ചയായിരുന്നു. അന്ന് എന്നോട് ശരൺ സാർ പറഞ്ഞൊരു വാക്ക്, അജയ് ഇപ്പൊ തുടങ്ങുന്നത് 0-ൽ നിന്നല്ല. അജയ് ബിസിനസ് പഠിച്ചു, അജയ് എന്താണ് ഈ ബിസിനസ് എന്നറിയാം, പണി പഠിച്ചിട്ടുണ്ട്, ഇനി ഇറങ്ങി നിന്ന് ചെയ്താൽ വളരെ വലിയ നേട്ടങ്ങൾ അജയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും. അന്ന് എനിക്കും മനസ്സിലായി, ശരിയാണ്. തുടക്കത്തിൽ നമ്മൾ ഒരു അറിവും ഇല്ലാണ്ട് നമ്മൾ ഇത്രയും ബിസിനസ് ചെയ്തെങ്കിൽ ഇന്ന് ആ ഒരു കഴിഞ്ഞ ഒരു 1.5-2 വർഷത്തിനടുത്ത് നമ്മൾ ആ ബിസിനസ് ചെയ്തപ്പോൾ നമ്മൾ ഈ ബിസിനസ് എന്താണെന്നും ഇതിനെ പണി പഠിച്ചു ഒരാളെ ബിസിനസ്സിൽ എങ്ങനെ കൊണ്ടുവരണം, ഒരാളെ എങ്ങനെ ലീഡർ ആക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു നോളജ് നമുക്കുണ്ടായി. ആ നോളജ് ആയിരുന്നു എന്റെ കോൺഫിഡൻസ്. എന്റെ കൈമുതൽ അതായിരുന്നു. ഞാൻ 0-ൽ നിന്നല്ല തുടങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ നിന്നും വളരെ ശക്തമായിട്ട് ബിസിനസ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു 3-4 സ്റ്റേറ്റിലേക്ക് എന്റെ ടീമിനെ ഡെവലപ്പ് ചെയ്തു. കേരളത്തിന്റെ ഒട്ടുമിക്ക ജില്ലകളിലും എന്റെ ടീം ഇന്നുണ്ട് വളരെ ശക്തമായിട്ട്. എനിക്ക് ആ SRTCയിലേക്ക് വരെ എത്തുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ടീമിനേക്കാളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമിന്റെ ഒരു നിര ഇന്ന് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ഇത് നമ്മളിട്ടൊരു തീരുമാനവും വിജയിക്കണമെന്നുള്ള ഒരു അടങ്ങാത്ത ആവേശവും നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. കാരണം ഒരു കനല് നമ്മുടെ ഉള്ളിലുണ്ട്. അത് പറയാനുള്ള സമയമൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് പറയാത്തതാണ്. അപ്പൊ അതിലേക്കൊക്കെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മളെ വിജയം ഒരുപാട് പേർക്കുള്ള ഒരു മറുപടിയാണെന്ന് നമുക്കറിയാം. അത് നമ്മൾ വിജയിച്ചാലേ പറ്റുള്ളൂ. നമ്മൾ അത് തെളിയിക്കണം. നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നിടത്തല്ല, അത് നമ്മൾ പ്രൂവ് ചെയ്യുന്നിടത്താണ് നമ്മളുടെ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഈ ബിസിനസ്സിലൂടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, അയ്യൂബ് സാറും നമ്മുടെ
മുബീൻ സാറും ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മുബീൻ സാർ പറയുന്നത് നമ്മളൊരു എനർജി, ഒരു അധ്വാനം ഈ ഭൂമിയിലേക്ക് ഇട്ടാൽ അത് വില നൽകാതെ, മൂല്യം നൽകാതെ ഒരിക്കലും തിരിച്ചു പോകില്ല. നമ്മളുടെ നെറ്റിയിൽ നിന്നൊരു വിയർപ്പ് വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം ചെയ്തിട്ടുണ്ടാവും, ഫലം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക. നമ്മുടെ കർമ്മം കൃത്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 100% ഉറപ്പാണ് നമ്മൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടിയിരിക്കും. ഇന്ന് എന്നേക്കാൾ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ, കാരണം എന്നേക്കാളും ക്വാളിറ്റി ഉള്ള ഒരുപാട് ആൾക്കാർ, പോലീസ് ഉദ്യോഗസ്ഥർ, വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, പാർട്ട് ടൈമേഴ്സ് ആയിട്ടും, അതുപോലെ തന്നെ ഒരുപാട് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സ് എന്ന് വേണ്ട, അഡ്വക്കേറ്റ്സ് എന്ന് വേണ്ട, നമ്മൾ ഇനി പറയാൻ പറ്റാത്ത രീതിയിലേക്കുള്ള എന്നേക്കാൾ ക്വാളിറ്റി ഉള്ള ആൾക്കാർ ഇന്ന് ബിസിനസ്സിൽ വന്ന് എന്നേക്കാൾ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ഞാനിട്ട് എഫേർട്ട് വെറുതെ അല്ല. നാളെ എന്നെ ഈ വൈക്കം, ഞാൻ ആദ്യം പറഞ്ഞു, വൈക്കം മുഹമ്മദ് ബഷീറിന്റെയും വൈക്കം സത്യാഗ്രഹത്തിന്റെയും മമ്മൂട്ടിയുടെ പേരിലേക്ക് അറിയപ്പെടുന്ന വരും വർഷങ്ങളിൽ ഇനി മൈ ലൈഫിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ എന്ന പേരിൽ, അജയുടെ പേരിൽ ഇനി അറിയപ്പെടാൻ പോകുന്ന സമയത്തിലേക്കാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായ ഒരു കോൺഫിഡൻസിലോട്, വിശ്വാസത്തോടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, നമ്മൾ എന്തായാലും ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യാം. ഇതിലാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. എന്റെ നേട്ടങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങളോട് കൂടിയാണ് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് നിർത്താം. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു, നമ്മൾ വന്നിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ എന്തുകൊണ്ടും നമ്മൾക്ക് വളരെ അഭിമാനിക്കാൻ പറ്റുന്ന വലിയൊരു ഓർഗനൈസേഷനിലേക്ക്, ഗ്രീൻ ചേംബർ ഇന്റർനാഷണൽ, GC എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും പ്രവർത്തിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. അപ്പോൾ നമ്മളെ എന്തായാലും നമ്മൾക്ക് വളരെ അഭിമാനിക്കാം. നമ്മളുടെ ലീഡേഴ്സ്, അപ്ലൈൻ ലീഡേഴ്സ്, നമ്മുടെ അനീഷ് സാർ ആൻഡ് അനൂപ് സാർ, നമ്മളെയൊക്കെ ഏറ്റവും കൂടുതൽ എന്താ പറയാ, ഇൻസ്പയർ ചെയ്യുന്ന, നമ്മളെയൊക്കെ ഒരു മാതൃകയാക്കിക്കൊണ്ട് ഒരു സഹോദരങ്ങൾ നമ്മൾ ഈ ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവര് നമ്മൾക്ക് എങ്ങനെ ഈ ബിസിനസ് ചെയ്യണം, വളരെ കൃത്യമായിട്ടുള്ള ചിട്ടയോടുള്ള പ്രവർത്തനം, വളരെ എന്താ പറയുക, അനുകമ്പയോടെ, സ്നേഹത്തോടെ, മറ്റുള്ളവരോടുള്ള ഒരു പരിഗണനയും എല്ലാ കാര്യങ്ങളും വളരെ നമ്മൾക്ക് മാതൃകാപരമായിട്ട് കാണിക്കുന്ന ഒരു ലീഡേഴ്സിന്റെ ഒരു ടീമിലാണ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ത്യ ഉടനീളം പടർന്നു കിടക്കുന്ന ഒരു ഓർഗനൈസേഷൻ. അവര് ഈ വരുന്ന 2025 വിസ്മയം പ്രോഗ്രാമില് 2025 വിസ്മയം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി നിങ്ങളിലേക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 2026 ജനുവരി 25 ആ ഒരു ഫോക്കസിലാണ് ഞാനും ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബിസിനസ്സിലേക്ക് ഞാൻ വരുമ്പോ ഞാൻ എടുത്തൊരു തീരുമാനം, ആഴ്ചയിൽ 2,10,000 രൂപ ഒരു വ്യക്തി വാങ്ങിയിട്ടുണ്ടെങ്കിൽ വാങ്ങും. അതാ എന്തായാലും ഇത്രയും ആൾക്കാർ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. വിസ്മയം പ്രോഗ്രാമിന് ഞാൻ അവിടെ വരുമ്പോൾ RTC വിത്ത് ഈ പറയുന്ന ആഴ്ചയിൽ 2,10,000 സീലിംഗ് എമൗണ്ട് ആയിട്ടുള്ള ആഴ്ചയിൽ 2,10,000 വാങ്ങിയിട്ടായിരിക്കും, ഒരു വിജയിയായിട്ടായിരിക്കും, ഒരു അച്ചീവർ ആയിട്ടായിരിക്കും ഞാൻ ആ വിസ്മയ പ്രോഗ്രാമിന്റെ സ്റ്റേജിൽ ഞാൻ എത്തിയിട്ടുണ്ടാവുക. അപ്പൊ എന്തായാലും എനിക്ക് നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ്, ആ പ്രോഗ്രാമിൽ ഒരു കാഴ്ചക്കാരായിട്ട് വരാതെ, അവിടെ ചെറിയ ചെറിയ നേട്ടങ്ങളാണെങ്കിലും ഒരു നേട്ടങ്ങളോട് വരുന്ന ഒരു 6 മാസം കൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെ, ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തനം, ഫോക്കസ് ആയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെ ഈ വിസ്മയ പ്രോഗ്രാമിന്റെ സ്റ്റേജിൽ നിങ്ങൾ അവിടെ ഒരു കാഴ്ചക്കാരായിട്ടല്ലാതെ ആ സ്റ്റേജിൽ കയറി ഒരു മൊമെന്റോ മേടിക്കുന്ന ഒരു വിജയിയായിട്ട്, ഒരു അച്ചീവർ ആയിട്ട് ആ പ്രോഗ്രാമിൽ നിങ്ങൾ വരാൻ ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. അതിന് ഏറ്റവും ശക്തമായി പ്രവർത്തിക്കാനും ഓർഗനൈസ് ചെയ്യാനും അതിനെ കണ്ടക്ട് ചെയ്യാനും പറ്റുന്ന ഏറ്റവും നല്ലൊരു ലീഡറാണ് നമ്മുടെ അയ്യൂബ് സാറും, അതുപോലെ തൊട്ടുള്ള ഒരുപാട് RTC STC ലീഡേഴ്സ് ഒക്കെ. നിങ്ങൾ അവരുടെ നിർദ്ദേശപ്രകാരം വളരെ ഫോക്കസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുക. എന്തായാലും ഞാൻ അവിടെ വരുന്നത് വലിയ ഒരു അച്ചീവർ ആയിട്ടായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും ആ രീതിയിൽ തന്നെ ഒരു വിജയത്തിൽ എത്തിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും ഈ ബിസിനസ്സിലൂടെ വലിയ നേട്ടങ്ങളും വലിയ ഒരു സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ എല്ലാവരും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം എന്നെ ശ്രമിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും